Dear students, today we will discuss about the objectives of management. Today, management is playing a vital role in the progress and prosperity of a business enterprise. The main objectives of management is to run the enterprise smoothly. The profit-making objective of business is also to be taken care while undertaking various functions. So, today, management is playing a vital role in the progress and prosperity of business enterprise. എന്നാൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ പുരോഗതിയിൽ മാനേജ്മെൻറ്റിന് വളരെ വലിയ ഒരു റോളുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു റൺ എൻ്റർപ്രൈസ് സ്മൂത്ത്ലി. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. വളരെ സ്മൂത്തായിട്ട് ആ എൻ്റർപ്രൈസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. The profit-making objectives of business is also to be taken care while undertaking various functions. എന്താണ് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിൻ്റെ വേരിയസ് ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ഒബ്ജക്റ്റീവാണ്. പ്രോഫിറ്റ് മേക്കിംഗ് ഒബ്ജക്റ്റീവിന് എന്ത് ചെയ്യാൻ പാടില്ല? അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഉള്ള ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. So what are the objectives of optimal utilization of resources, improving performance, mobilizing best talent, planning for future growth and development of business, better quality goods, discipline and morale, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മിനിമൈസേഷൻ ഓഫ് റിസ്ക്, അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഇല്ല. ആസ് കൺസേൺഡ് വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ദർ ആർ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ലേഡ് ഡൗൺ ബൈ ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതിലുള്ള ചില ലക്ഷ്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഓരോ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. The main objectives of management is to use various resources of the enterprise in a most economic way. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു യൂസ് വേരിയസ് റിസോഴ്സസ് ഓഫ് ദ എൻ്റർപ്രൈസ്. സ്ഥാപനത്തിൻ്റെ വിവിധ വിഭവങ്ങളെ ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രോപ്പർ യൂസ് ഓഫ് മെൻ, മെറ്റീരിയൽ, മെഷീൻസ് ആൻഡ് മണി വിൽ ഹെൽപ്പ് എ ബിസിനസ് ടു ഏൺ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ടു സാറ്റിസ്ഫൈ വേരിയസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്ന് പറയുന്നത് 4 M's ഇൻ ദ ഓർഗനൈസേഷൻ എന്ന് പറയും അല്ലേ. അതിനെയാണ് നമ്മൾ പറയുന്നത്? മെൻ, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മണി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജുഡീഷ്യലായിട്ട് ഉള്ള ഒരു യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജുഡീഷ്യൽ യൂസ് ചെയ്യും? ആ സ്ഥാപനത്തിൻ്റെ വിവിധ താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓൾ ദീസ് ഇൻട്രസ്റ്റ് വിൽ ബി സാറ്റിസ്ഫൈഡ് ഓൺലി when physical resources of the business are properly utilized. അപ്പോൾ ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസുകൾ, ഫിസിക്കൽ റിസോഴ്സസുകൾ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ സ്ഥാപനത്തിലെ വിവിധ താല്പര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസുകളെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ആ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അടുത്തതാണ് ഇംപ്രൂവിങ് പെർഫോമൻസ്. മാനേജ്മെൻറ്റ് ഷുഡ് എയിം അറ്റ് ഇംപ്രൂവിങ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ആൻഡ് എവരി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക. സോ ദ എൻവയൺമെൻറ്റ് ഷുഡ് be so congenial that workers are able to give their maximum to the enterprise.
എങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് ആവണമെന്ന് പറയുന്നത് കൺജീനിയൽ ദാറ്റ് വർക്കേഴ്സ് ആർ ഏബിൾ ടു ഗിവ് ദെയർ മാക്സിമം ടു ദ എൻ്റർപ്രൈസ്. എന്താണ് ആ വർക്കേഴ്സിന് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്നതിനാവശ്യമായിട്ടുള്ള അനുകൂല സാഹചര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാവേണ്ടത്. സോ ദ ഫിക്സിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ഹെൽപ്പ് ദം ഇൻ ഇംപ്രൂവിങ് ദെയർ പെർഫോമൻസിൽ. എന്താണ്, അപ്പം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സ് ചെയ്യുന്നത് എന്തിന് സഹായിക്കും, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതാണ് ഇംപ്രൂവിങ് പെർഫോമൻസ്. മൊബിലൈസിങ് ബെസ്റ്റ് ടാലൻറ്റ്. The management should try to employ specialists in various fields will be increasing the efficiency of various factors of production. എന്താണ് വിവിധ മേഖലകളിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നിയമിക്കുന്നത് മുഖാന്തരം എന്ത് ചെയ്യുന്നു, ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, കൂടുന്നു. And there should be a proper environment which should be encourage good person to join the enterprise. അതേപോലെ തന്നെ എന്താണ് നല്ല ആളുകൾക്ക് ജോയിൻ ചെയ്യുവാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആൻഡ് ദ ബെറ്റർ പേ സ്കെയിൽ, proper amenities, future growth potential will attract more people joining a concern. അല്ലേ, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ശമ്പളം കൊടുക്കുക. പ്രോപ്പർ അമ്യൂണിറ്റീസ് ആ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ വളരെ നല്ല രീതിയിലുള്ളതായിരിക്കുക. ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിനെ കൊണ്ട് ആ വർക്കറിന് അയാളുടെ കരിയറിൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ ആളുകൾക്ക് എന്തുണ്ടാവും, താല്പര്യം ഉണ്ടാവും. So by providing all of these facilities, the management will attract the best talent people to their organization. ഈ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് മാനേജ്മെൻറ്റ് നല്ല ആളുകളെ അവരുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുകയും ആ ടാലൻറ്റുകളെ എന്ത് ചെയ്യുന്നു, മൊബിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. മേക്ക് യൂസ് ഓഫ് ദീസ് ബെസ്റ്റ് ടാലൻറ്റ്. അടുത്തെന്താണ് പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ. പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. നോ മാനേജ്മെൻറ്റ് ഷുഡ് ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് ടുഡേയ്സ് വർക്ക് ഇഫ് ഇറ്റ് ഹാസ് നോട്ട് തോട്ട് ഓഫ് ടുമാറോ. ഒരു മാനേജ്മെൻറ്റും ഇന്നത്തെ വർക്കിൽ എന്ത് ചെയ്യുന്നില്ല, നാളത്തെ ചിന്തയില്ലാത്ത ഇന്നത്തെ വർക്കിൽ എന്ത് ചെയ്യുന്നില്ല, മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. ഫ്യൂച്ചർ പ്ലാൻ ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ വാട്ട് ഈസ് ടു ബി ഡൺ നെക്സ്റ്റ്. എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്, പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പായിട്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ആൻഡ് ദ ഫ്യൂച്ചർ പെർഫോമൻസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ പ്രസൻറ്റ് പ്ലാനിങ്. സോ പ്ലാനിങ് യുവർ ഫ്യൂച്ചർ ഈസ് എസെൻഷ്യൽ ടു ഹെൽപ്പ് ദി കൺസേൺ. അപ്പം നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇപ്പോൾ എന്ത് പെർഫോമൻസ് ആണ് ചെയ്യുന്നത്, ഹൗ ദേ പ്ലാൻ പ്രസൻ്റ്ലി അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഉണ്ടാവുക, ഫ്യൂച്ചർ പെർഫോമൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ജോബാണ്. ദ ഹെൽപ്പ് ദെയർ കൺസേൺ, അവരുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്കും എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുവോ, അപ്പം നിങ്ങൾ ഇപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടി, ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണ് എങ്കിൽ, നല്ല രീതിയിൽ പഠിക്കുകയാണ് എങ്കിൽ, അത് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ ഇൻ യുവർ ഫ്യൂച്ചർ. അത് നിങ്ങളെ ഭാവിയെ നല്ല രീതിയിൽ വളർത്തുവാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ് വെൽ. അടുത്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ്. നോക്കുക, ബൈ പ്രോപ്പർ പ്ലാനിങ്, ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ, മാനേജ്മെൻറ്റ് ലീഡ്സ് എ ബിസിനസ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൺ സൗണ്ട് ഫൂട്ടിങ്. വളരെ നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട്, ഒരു ഓർഗനൈസിങ്ങോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഡയറക്റ്റ് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു,
ഒരു സ്ഥാപനത്തിനെ അതിൻ്റെ വളർച്ചയിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രോഫിറ്റബിൾ എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ്സിൽ വളരെ നല്ല ലാഭകരമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബിസിനസ് വളർത്തുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി എമംഗ് ദി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഇത് രണ്ട് കൂട്ടർക്കും, അതായത് എംപ്ലോയർക്കും അതേപോലെ തന്നെ എംപ്ലോയീസിനും എന്ത് ചെയ്യുന്നു, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കും. കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആകുമ്പം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു ഓർഗനൈസേഷൻ ആകുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. എന്തിന് ദേ ഹാവ് ടു ഇൻവെസ്റ്റ് മോർ, അല്ലേ? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എംപ്ലോയേഴ്സിന് എന്തുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. അതേപോലെ ജോബ് സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എംപ്ലോയീസിനും എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ്. സോ ഇറ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ്, the growth and development of business. Then better quality goods. So the aim of the sound management has always been to produce the better quality products at minimum cost. As concerned with every management, they have the objective of to provide better quality goods at by producing at മിനിമം കോസ്റ്റ്. വളരെ കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്തുകൊണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, വളരെ നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് കൊടുക്കുക എന്നുള്ളത് എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ദസ് ഇറ്റ് ട്രൈസ് ടു റിമൂവ് ഓൾ ടൈപ്സ് ഓഫ് വേസ്റ്റേജസ് ഇൻ ദ ബിസിനസ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റേജുകളും എന്ത് ചെയ്യുന്നത്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് they will try management has tries to remove all wastages, all types of wastages in ബിസിനസ്സിലുള്ള വേസ്റ്റേജുകളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യുന്നു. അടുത്താണ് ദ ഡിസിപ്ലിൻ ആൻഡ് മൊറൈൽ. ദ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ദ ഡിസിപ്ലിൻ ആൻഡ് ബൂസ്റ്റ് ദ മൊറൈൽ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ബൈ അപ്ലൈയിങ് ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഡിസിപ്ലിനും എംപ്ലോയീസിൻ്റെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എംപ്ലോയീസിൻ്റെ ലോയൽറ്റി ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ബെറ്റർ വർക്ക് കൾച്ചർ. ഒരു നല്ല ഒരു വർക്ക് കൾച്ചർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഒരു ഒരു ജോലി സംസ്കാരം വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ത്രൂ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സിൽ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, പണപരമായിട്ടുള്ളതും അതേപോലെ നോൺ മോണിറ്ററി ആയിട്ടുള്ളത് പണമല്ലാതെ റെക്കഗ്നിഷൻ പോലുള്ള അവാർഡ്സ് അപ്പം ഈ ഒരു രണ്ട് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് മോണിറ്ററി ആയിട്ടുള്ളതും നോൺ മോണിറ്ററി ആയിട്ടുള്ളതുമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ബൈ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് to ensure discipline and boost the morale of the employees by applying management principles. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസിൻ്റെ ഡിസിപ്ലിനും മൊറയിലും ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. അടുത്താണ് ദ പ്രൊമോഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അണ്ടർടേക്ക് ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ടേക്ക് ലീഡ് ഓവർ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മീറ്റ് ദ അൺസർട്ടനിറ്റീസ് ഓഫ് ദി ഫ്യൂച്ചർ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് അണ്ടർടേക്ക് ചെയ്യുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അണ്ടർടേക്ക് എന്തിനു വേണ്ടി, അവരുടെ കോമ്പറ്റേറ്ററിൽ നിന്നും അവർക്കൊരു ലീഡ് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ഭാവിയിലുള്ള അൺസർട്ടനിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്. കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും, അല്ലേ? പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ടെക്നോളജികൾ, അങ്ങനെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ അതിൽ വേറൊരു നേട്ടം കൂടിയുണ്ട്. ദസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ലേറ്റസ്റ്റ് റിസർച്ച് ആൻഡ് ടെക്നോളജി ടു ദ സൊസൈറ്റിയിൽ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഇങ്ങനെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഈ ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ആർക്ക് ഉപയുക്തമാകുന്നത്, നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യുന്നത്, ഉപയുക്തമാകുന്നത്. അല്ലെ 4G 3G 4G 5G അല്ലേ,
അങ്ങനെ ആ ജനറേഷൻസൊക്കെ എന്ത് ചെയ്യുകയാണ്, ഓരോ ജനറേഷൻസ് എന്ത് ചെയ്യുന്നു, മാറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെയാണ് അല്ലേ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് അത് സാധ്യമായിട്ടുള്ളത്? ആദ്യ കാലങ്ങളിലാണെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് ഓരോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലൂടെ എന്ത് ചെയ്യുകയാണ്, പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കപ്പെടുകയും അതിനെ യൂസ് ചെയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, it is one of the important objectives of the management to promote the research and development activities of the organization. ഒരു ഓർഗനൈസേഷൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്ത മിനിമൈസ് ദ എലമെൻറ്റ് ഓഫ് റിസ്ക്. മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ദ ഫങ്ഷൻ ഓഫ് ഫോർകാസ്റ്റിംഗ്. മാനേജ്മെൻറ്റിന് എന്തൊരു ഫങ്ഷനും കൂടിയുണ്ട്, ഫോർകാസ്റ്റിംഗ്, പ്രെഡിക്റ്റിംഗ് ഫോർ ഫ്യൂച്ചർ എന്നുള്ള ഒരു ഫങ്ഷനും കൂടിയുണ്ട്. സോ ദോ ദ എക്സാക്ട് ഫ്യൂച്ചർ ക്യാൻ നെവർ ബി പ്രെഡിക്റ്റഡ് യെറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റാൻസസ്, മാനേജ്മെൻറ്റ് ക്യാൻ മിനിമൈസ് ദ റിസ്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം, ദോ ദ എക്സാക്ട് ഫ്യൂച്ചർ ക്യാൻ നെവർ ബി പ്രെഡിക്റ്റഡ് യെറ്റ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് 100% ആക്യുറസിയോട് കൂടിയിട്ട് ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല. എന്നിരുന്നാലും കഴിഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, എക്സിസ്റ്റിംഗ് സർക്കംസ്റ്റാൻസസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കുറയ്ക്കുവാൻ സാധിക്കും, റിസ്ക് കുറയ്ക്കുവാൻ സാധിക്കും. സോ മാനേജ്മെൻറ്റ് ഓൾവേസ് കീപ് ഇറ്റ്സ് ഇയേഴ്സ് ആൻഡ് ഐസ് ടു ദ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസിൽ. മാനേജ്മെൻറ്റ് അതിൻ്റെ കണ്ണും കാതും ഈ സർക്കംസ്റ്റാൻസസിലേക്ക്, അല്ലെങ്കിൽ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസിലേക്ക്, ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുകയാണ്, കുറിപ്പിച്ച് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ടു മിനിമൈസ് ദ റിസ്ക്. റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് കീപ് ഇറ്റ്സ് ഇയേഴ്സ് ആൻഡ് ഐസ് ടു ദി ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് ഓർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. So it is one of the important objectives of the management to minimize the element of risk. എലമെൻറ്റ് ഓഫ് റിസ്ക് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ്. So this is about today. If you have any doubt you can ask. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചോദിക്കുക.